കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ആൻസറുകളിലേക്കും കടക്കാം. ഈ വീഡിയോയിലെ ആദ്യത്തെ ഘട്ടം ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ആൻസർ കാണിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണാം. ആദ്യം തന്നെ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഹോം സ്ക്രീനിൽ കാണുന്നുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ പ്ലസ് എന്നുള്ളിടത്ത് 3 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോസ് വെച്ചിട്ട് തന്നെ AI വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഓരോ ഫോട്ടോ വെച്ചിട്ട് 2 ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്പിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട യാതൊന്നും ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതല്ല. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇതാണ്. ചിത്രത്തിൽ ഉള്ള ആൾ അയാളുടെ വൈഫിനെ കാണാൻ വേണ്ടി പോകുന്നു. കയ്യിൽ ഒരു ബൊക്കെയുണ്ട്, അത് വൈഫിന് കൊടുക്കണം. പിന്നെ ഇങ്ങനെ പറയണം. ഇൻവെർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതി കൊടുത്തു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, എന്നിട്ടത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ജനറേറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യും. ഇനി വീഡിയോ അത് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിലുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്വന്തം ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളതും. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് കാണാം. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഇനി ഈ വീഡിയോയുടെ താഴെ കാണുന്ന യൂസ് വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. വോയിസ് കൊടുക്കാം, വേണ്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അതിനൊക്കെ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു സംഭവം കാണിക്കാം. ഇതാ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ആരോ പോലൊരു സംഭവമുണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കിട്ടും, ഗാലറിയിലേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാനത് 4K ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് ബാക്ക് അടിച്ച് ഗാലറിയിൽ പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ആൻസറുമായി, അതേപോലെ തന്നെ വീഡിയോ എങ്ങനെ സേവ് ചെയ്യാം, ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യനും ആൻസറായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ കഥാപാത്രം വരുന്ന രീതിയിൽ വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ChatGPT ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ ഫോണിൽ ChatGPT ഉണ്ട്, പക്ഷേ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് വേണ്ട ഒരു ഫോട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ChatGPTയിൽ. അപ്പോൾ ഇവിടെയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യം ഇതാണ്. ഒരു സ്ത്രീ വീട്ടിലെ ബെഡ്റൂമിൽ റെഡ് ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നു. അവിടെ ബെഡ് വേണം, പില്ലോ വേണം എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫോട്ടോ വരും. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ ടൈപ്പ് ചെയ്തതൊന്നും കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ മുകൾക്കായി കാണുന്ന ആരോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ഫോട്ടോ വരും. ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. മുകളിൽ താഴേക്ക് ആരോ കാണുന്ന അവിടെ ടച്ച് ചെയ്താൽ സേവ് ആവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒന്ന് പ്രസ് ചെയ്ത് തന്നാൽ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫോട്ടോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്താലും സേവ് ആവും, അത് ഗാലറിയിൽ ഉണ്ടാവും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് എടുക്കുക. അവിടെ ജനറേറ്റ് വീഡിയോയിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ബെഡ്റൂമിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ ആ സ്ത്രീ ബെഡിൽ നിന്ന് ഉറങ്ങി ഉണരുന്നത് കാണിക്കണം. അതേപോലെ തന്നെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് അയ്യോ ലേറ്റായി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട്
ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീ. അങ്ങനെയാണ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. നേരത്തെ ഞാൻ ChatGPTയിൽ ചിത്രം ക്രിയേറ്റ് ചെയ്തപ്പോൾ ചുരുണ്ട മുടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടതുപോലത്തെ ചിത്രമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും അതിൽ. ഇനി ഇതേ കഥാപാത്രത്തെ വെച്ചിട്ട് മറ്റൊരു ഷോട്ടും കൂടെ ഉണ്ടാക്കിയാൽ ഒരേ കഥാപാത്രം വെച്ചിട്ട് തന്നെ നല്ലൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ജനറേറ്റ് വീഡിയോ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുക. വീഡിയോ ഉണ്ടാക്കിയതിൽ ഓഫീസിലേക്ക് വേണ്ടി പുറത്തിറങ്ങിയ പെൺകുട്ടി ഇട്ട ചുരിദാർ യെല്ലോ ആയതുകൊണ്ട് ആ ഒരു ചുരിദാർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ആ വീഡിയോയിൽ പോയിട്ട്. എന്നിട്ട് ആ ഫോട്ടോയും ഈ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയണം, ഈ സ്ത്രീ ഫോട്ടോയിൽ കാണുന്ന അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്ന യെല്ലോ ഡ്രസ്സ് ധരിച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓഫീസിലേക്ക് ലേറ്റായിട്ട് എത്തുന്ന ഒരു രംഗം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയ വീഡിയോ നമുക്കിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണാം. അതിന് മുന്നേ ഞാനിതൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗാലറിയിൽ പോയിട്ട് ഒരുമിച്ച് കാണാം. അപ്പോൾ ഒരേ കഥാപാത്രത്തെ വെച്ചിട്ട് ഞാൻ 2 ഷോട്ട് ഉണ്ടാക്കി. ഇനി ഈ 2 വീഡിയോസും എഡിറ്റിംഗ് ആപ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ. നല്ലോണം കിട്ടും.